ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SLC+2 വിദ്യാർത്ഥികളാണ് എങ്കിൽ മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. പരീക്ഷാകാലമാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അപ്ഡേറ്റുകളും പരീക്ഷാ ടിപ്സുകളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് SLC-കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവർക്കൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണ് എന്നും എങ്ങനെയാണ് എന്നും വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാം. നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷം 25% കുറയ്ക്കുമെന്നൊരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ, അത് വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുപോലെ ഉന്നയിച്ചു. പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ രീതി, അതുകൊണ്ട് തന്നെ മാറിയ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം വേണം. അതുപോലെ അവർ തുറന്ന് സമ്മതിക്കുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമ്മതിക്കുന്നു 25% സിലബസ് അടുത്ത വർഷം കുറയ്ക്കുമെന്ന്. അപ്പോൾ ഈ ഒരു അവസാന നിമിഷം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ടാഗ് ചെയ്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നത് കണ്ടു. പക്ഷേ പ്രായോഗികമായിട്ട് വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ചില തീരുമാനങ്ങളല്ല, ചില അഭിപ്രായങ്ങളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ അവസാനം സമ്മർദ്ദം കൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി എന്ന് വരാം. അങ്ങനെയാണ് എങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വളരെ വലിയ ആശ്വാസവുമായിരിക്കും. എന്തൊക്കെയാണ്? അവസാന നിമിഷം ഇത്രയൊക്കെ ആയ മോഡൽ ക്വസ്റ്റ്യൻസ് വരെ പുറത്തിറങ്ങിയ സമയത്ത് സിലബസ് കുറയ്ക്കുന്നത് പ്രായോഗികമായിട്ടുള്ള നടപടിയാണോ? അങ്ങനെ വാദിച്ചിട്ട് കാര്യമുണ്ടോ? അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ SLC വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്ന നടപടികൾ എടുക്കാം, അതിനെക്കുറിച്ച് തന്നെയാണ് പോകുന്നത്. ഒന്ന്, പുതിയ ചോദ്യപേപ്പർ നിലവിൽ വന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം ബാച്ചിന് 25% കുറയ്ക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബാച്ച് വിദ്യാർത്ഥികൾ രണ്ട് രീതിയിലുള്ള, അതായത് SLC 2026 വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിലൊന്ന്, പുതിയ സിലബസിനോട് പൊരുത്തപ്പെടാനുള്ള പഠന സമ്മർദ്ദം, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എത്രമാത്രമാണ് എന്ന്. രണ്ട്, പുതിയ ചോദ്യപേപ്പർ മാതൃകാ രീതിയിലുള്ള പരിചയക്കുറവ്. ഇത് രണ്ടുമാണ് പ്രശ്നം. ഇതിന് പരിഹാരമായിട്ട് ഒരു 4 പോയിന്റ്സ് നമ്മൾ പൊതുവെ ഞാൻ ഈ അറിഞ്ഞതിൽ നിന്ന് 4 പോയിന്റ്സ് പലരും ഉന്നയിക്കുന്നുണ്ട്, മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സിലബസിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുക. അത് പ്രായോഗികമായിട്ട് നിലവിൽ നടപ്പുള്ള കേസാണ് എന്ന് തോന്നുന്നില്ല. രണ്ടാമത്തത്, പാഠപുസ്തകത്തിൽ തന്നെ പരീക്ഷയ്ക്ക് പ്രത്യേക പോർഷൻ, അതായത് ഫോക്കസ് ഏരിയ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി തയ്യാറാക്കാം. അതും അവസാന നിമിഷം പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എത്രത്തോളം അവർ കൺസിഡർ ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. മറ്റൊന്ന്, വാല്യൂഷൻ സാധാരണയിൽ നിന്ന് ലിബറലാക്കുക. കാരണം നിങ്ങളുടെ ഈ ഒരു കടുപ്പവും നിങ്ങളുടെ അധിക സിലബസും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വാല്യുവേഷൻ ക്യാമ്പുകളിൽ, നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ വാല്യുവേഷൻ ക്യാമ്പുകളിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. ഇനി അതിലെ ഏറ്റവും അവസാന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ ഇടയ്ക്ക് നമ്മൾ ന്യൂസ് പേപ്പറുകളിൽ വായിച്ചാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് 20% കട്ടിയാക്കാൻ പോകുന്നു, കടുപ്പമേറിയതാകാൻ പോകുന്നു. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിലവിലെ ചോദ്യ പേപ്പറിൽ നിന്നും 20%-ലധികം വിദ്യാർത്ഥി സൗഹൃദപരമായിട്ട് ആ ചോദ്യങ്ങളുടെ കടുപ്പം കുറച്ചുകൊണ്ട് ഈസി ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 4 ഓപ്ഷൻ, ആദ്യത്തെ ഒരു ഓപ്ഷൻ വിട്ടാലും ബാക്കി 3 ഓപ്ഷൻ പ്രായോഗികമായിട്ട് ഈ അവസാന നിമിഷത്താണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത്തവണത്തെ SLC പരീക്ഷയിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിലേതിലാണ് നിങ്ങൾ യോജിക്കുന്നത്? മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.